ഹലോ ഫ്രണ്ട്സ്, കുറച്ച് നാടൻ മാങ്ങ കിട്ടിയപ്പോഴേ അത് വെച്ചിട്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് എങ്ങനെയാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മാങ്ങ നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ തോലെല്ലാം കളഞ്ഞു വെച്ചിട്ട് ചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് മാങ്ങ വേവിക്കാൻ വെക്കാം. മാങ്ങ അതിലോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം. അല്പം കല്ലുപ്പ് കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. നമുക്കിനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ജീരകം, 1/4 സ്പൂൺ മുളക് പൊടി, 10ഓളം കുരുമുളക്, അല്പം തൈരും കൂട്ടിയിട്ടാണ് അരയ്ക്കുന്നത്. നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അരയ്ക്കുന്നുണ്ട്. ആ അരപ്പ് നമുക്ക് എന്നിട്ട് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അരപ്പ് മാറ്റി വെക്കാം കേട്ടോ. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് മാങ്ങ. അതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ശർക്കര ഉരുക്കിയിട്ട് തരിച്ചെടുത്തിട്ടുള്ള പാനിയാണ്. ഇതെല്ലാം മിക്സ് ആയതിൻ്റെ ശേഷം നമുക്ക് അരപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അരപ്പ് ഇതിലിട്ടിട്ട് അതുകൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് ഇത് വറവിടാൻ വേണ്ടിയിട്ടുള്ള കാര്യം നോക്കാം. ചീനച്ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അല്പം കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം അല്പം ഉലുവ ചേർത്തിട്ടുണ്ട്. വറ്റൽമുളക് ചേർക്കാം. അല്പം കറിവേപ്പിലയൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ സ്വാദിഷ്ടമായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെയാണ്, നിങ്ങളെങ്ങനെയാണോ ഉണ്ടാക്കാറ്?